ഒരു പരാതി വിളിച്ച് പറയാൻ കസ്റ്റമറെ കയറി വിളിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. നമസ്കാരം, ടെലിഫോൺ സർവീസിലേക്ക് സ്വാഗതം. മലയാളത്തിന് വേണ്ടി 1 അമർത്തുക. ഞങ്ങളുടെ കസ്റ്റമർ കെയർ അസോസിയേറ്റുമായി സംസാരിക്കാൻ 9 അമർത്തുക. ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഉടൻ തന്നെ ഈ കോൾ അറ്റൻഡ് ചെയ്യും. പിന്നെ ഇന്നലെ എടുത്തിരുന്ന സാരി ഉണ്ടല്ലോ, അത് കൊള്ളായിരുന്നു. ആണോ? കളർ ചേരുവോ? ഇന്ന് എടുത്തിരിക്കുന്നു കൊള്ളാം, എന്നാലും ഇന്നലെ എടുത്തിരുന്നായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഒരു പരാതി പറയാ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി പറഞ്ഞേ? ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് തിരക്കിലാണ്. ദയവായി ലൈനിൽ തുടരുക. ഞാൻ ഇന്നലെ അതുവഴി വന്നിരുന്നു. എപ്പോ? ഇന്നലെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ. ഞാൻ കണ്ടില്ലല്ലോ. സത്യം, അതുവഴി സൈക്കിളിൽ നടക്കാനെന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിളിൽ കയറും. എന്നിട്ട് അവിടെ കറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ആരും ഒരു വയസ്സായിട്ടുള്ള ഒരാൾ, അത് അപ്പുറത്തെ വീട്ടിലെ ആളായിരിക്കും. അങ്ങേരെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കി, പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. എന്താ എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോ? ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് തിരക്കിലാണ്. ദയവായി ലൈനിൽ തുടരുക. ഇന്നലെ രാത്രി എന്താ കഴിച്ചേ? ദോശ കഴിച്ചു. ദോശ മാത്രം, കറിയൊന്നും ഇല്ലായിരുന്നു. പിന്നില്ലേ, നല്ല സാമ്പാർ. ഗ്യാസ്. ഓ, ഇതിപ്പോൾ ഇങ്ങനെ കുറേ സമയമായല്ലോ. ചുമ്മാതല്ല ആൾക്കാർ വേറെ പ്രൈവറ്റ് കമ്പനിയുടെ ഫോൺ അന്വേഷിച്ച് പോകുന്നത്. ഫോണ് നമ്മുടേതായി പോയില്ലേ? ഹലോ, അറിയാൻ വയ്യാത്തുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കണേ? നിങ്ങൾ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കണേ? വിളിച്ചാലോട്ട് കിട്ടത്തുമില്ല. വിളിച്ചാൽ എപ്പോഴും പറയും ക്യൂവിലാണ്. അതെങ്കിലും ഒന്നും മാറ്റി പറയാൻ പാടില്ലേ? നിങ്ങൾ ആരാ? ഗതികേട് കൊണ്ട് നിങ്ങളെ കണക്ഷൻ എടുത്തു പോയൊരു ഉപഭോക്താവ്. ആണോ? ഞാൻ വിചാരിച്ചു വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയായിരിക്കും. കളിയാക്കരുത്. ഞങ്ങളെ കസ്റ്റമറെല്ലാം കൂടെ കയറിയാൽ നിങ്ങൾ വിവരം അറിയും. സാറേ, സാർ ഓ, എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, അല്പസമയത്തിന് ശേഷം പ്രതികരിക്കാം. എന്തിനാണോ ഇയാൾ സാറെന്നും പറഞ്ഞിരിക്കണം? അങ്ങോട്ട് ചെന്നോ. സാറേ നമസ്കാരം. നമസ്കാരം, ഇരിക്കും. സാറേ, ഭയങ്കര ക്രൂരതയാണ് ഞങ്ങളോട് കാണിക്കുന്നത്. അവരല്ലെങ്കിലും ഭയങ്കര ക്രൂരയാണ്. ഉപഭോക്താക്കളോട് എങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഇപ്പോഴും അവർക്കറിയില്ല. സാറേ, നമ്മളിവിടെ കണക്ഷൻ എടുക്കാൻ വന്നപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പ്ലാനാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഒരു അറിയിപ്പില്ലാതെ ഇപ്പോൾ ചാർജ് കൂട്ടിയില്ലേ? ചാർജ് കൂട്ടിയത് പോട്ടെ, ഒരൊറ്റ സ്ഥലത്ത് റേഞ്ച് ഇല്ല. എന്താണ് സുഹൃത്ത്, നിങ്ങൾ കാര്യം അറിയാൻ സംസാരിക്കരുത്. എന്താ സാറേ? ഇവിടെ ഫുൾ റേഞ്ച് ആണല്ലോ. ഇതാ കണ്ടോ, ഫുൾ റേഞ്ച് ഉണ്ട്. അത് സാറിന്റെ തലയ്ക്ക് മുകളിലാണ് ടവർ ഇരിക്കുന്നത്. സാറേ, റേഞ്ച് ഇല്ലാത്ത പോട്ട് ചില നമ്പറിൽ നിന്ന് കോള് വരും. അത് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റയടിക്ക് 100 രൂപ പോണത്. ആണോ? കാശ് പോകുന്നത് പോലെ ചില മിസ് കോൾ കണ്ട് അതിലേക്ക് തിരിച്ചു വിളിച്ചാൽ അതിലും കാശ് പോവുകയാണ്. ഉപഭോക്താക്കൾ മിസ് കോൾ അടിച്ച് കളിച്ച് കാശ് പോയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അല്ല, പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഉത്തരവാദികളാവുന്നത്? അത് ശരി, ഇയാൾ ഇവിടെ കയറി വന്ന് ഞങ്ങളെ ഉത്തരവാദിത്തം പഠിപ്പിക്കണം. സാറേ, നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് സർവീസ് മെസ്സേജ് അയക്കുന്നത്? ഓരോ ആഴ്ച 5-10 വെച്ചതിൽ കാശ് പൊക്കോണ്ടിരിക്കുക. ഓഹോ, അങ്ങനെ പ്രശ്നമുണ്ടോ? എന്നാ പിന്നെ അതങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞാൽ പോരെ? ഒഴിവാക്കാൻ പറഞ്ഞ ഒരു 2 ആഴ്ചത്തേക്ക് ശല്യം ഉണ്ടാവില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ അവസ്ഥ, കാശ് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി പറയണം, അത്രേ ഉള്ളൂ. എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് കുറച്ച് പൈസക്ക് ചാർജ് ചെയ്താൽ അത് മുഴുവൻ നിങ്ങൾ അത് ഇതുമായിട്ട് പിടിച്ചോണ്ട് പോവുക. ഒരുപാട് പിച്ചച്ചട്ടി കയറുന്ന പരിപാടി അത്. ഇതിലൊന്നും ഇപ്പൊ പ്രതികരിക്കാൻ ഞാനില്ല, അല്പസമയത്തിന് ശേഷം പ്രതികരിക്കാം. താനൊരു കാര്യം ചെയ്യ്, ആ കസ്റ്റമർ കെയർ ചെന്നിട്ട് ഒരു പരാതി കൊടുക്കുക. എല്ലാം നടക്കുമോ സാറേ? പിന്നെന്താ നടക്കും. നടന്നില്ലെങ്കിലേ ഞങ്ങൾ കസ്റ്റമറെല്ലാം കൂടെ ഇവിടെ ഒന്ന് പ്രതികരിക്കും. എല്ലാവരും കൂടെ പ്രതികരിക്കണം.